അടുത്തതായിട്ട് ഇൻവോയ്സിൽ തന്നെ നമ്മൾ പറയുന്നത് ടൈം ലിമിറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ് ആണ്. അതായത് ഓരോ ഇൻവോയ്സും ഇഷ്യൂ ചെയ്യുന്നത് ഒരു ടൈം ലിമിറ്റിൽ ഉള്ളിലായിരിക്കണം. എങ്ങനെയാണ് ആ ടൈം ലിമിറ്റ് നോക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഓൺ ഓർ ബിഫോർ ദി ടൈം വെൻ ഗുഡ്സ് റിമൂവ്ഡ് ഫോർ എ സപ്ലൈ. അതായത് ഒരു ഗുഡ് സപ്ലൈ ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ആ സമയത്തോ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ഓൺ ഓർ ബിഫോർ ദി ടൈം വെൻ ഗുഡ്സ് റിമൂവ്ഡ് ഫോർ എ സപ്ലൈ ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നതിന് മുന്നെയോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. സപ്ലൈ ചെയ്തതിന് ശേഷം ഗുഡ്സിൻ്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർവീസസിൻ്റെ കേസിലാണ്. സർവീസസിൻ്റെ കേസിൽ ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സസ് ബിഫോർ ഓർ ആഫ്റ്റർ ദി പ്രൊവിഷൻ ഓഫ് സർവീസസ് ബട്ട് വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. ഇഷ്യൂ ഇൻവോയ്സ് വിത്തിൻ 30 days. അതായത് സർവീസസിൻ്റെ കേസിൽ ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ് ബിഫോർ ഓർ ആഫ്റ്റർ ദി പ്രൊവിഷൻ ഓഫ് സർവീസസ് ബട്ട് വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. അതായത് ഇവിടെ നമ്മൾ ആ സർവീസസ് ചെയ്യുന്നതിന് മുന്നെയോ സർവീസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ നമുക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ആ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 30 days ആണ്. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ സർവീസസിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം എന്നുള്ളത്. അത് ഇപ്പോൾ മുന്നേ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ശേഷം വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം. ഇൻ ദി കേസ് ഓഫ് ബാങ്കിങ് ആൻഡ് NBFCs ഇഷ്യൂ ഇൻവോയ്സ് വിത്തിൻ 45 days. ബാങ്കുകളോ അല്ലെങ്കിൽ NBFCs ആണെങ്കിൽ അവർക്ക് 45 daysനുള്ളിൽ മാത്രം അവരെന്ത് ചെയ്താൽ മതി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഗുഡ്സിൻ്റെ കേസിൽ സെപ്പറേറ്റ് ആണ്, സർവീസസിൻ്റെ കേസിൽ സെപ്പറേറ്റഡ് ആണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെയും NBFCൻ്റെയും കേസിലും നമ്മുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. നെക്സ്റ്റ്, മാനർ ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്. എങ്ങനെയാണ് ഇത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മാനറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ഗുഡ്സിൻ്റെ കേസാണ്. ഇൻ ദി കേസ് ഓഫ് ഗുഡ്സ്, സപ്ലയർ ഈസ് റിക്വയർഡ് ടു ഇഷ്യൂ 3 copies ഓഫ് ഇൻവോയ്സ്. അതായത് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ സപ്ലയർ 3 കോപ്പി ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒന്ന്, ഒറിജിനൽ കോപ്പി ഫോർ റെസിപ്പിയൻ്റ്. അതായത് ഒറിജിനൽ കോപ്പി റെസിപ്പിയൻറ്റിനുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഫോർ ട്രാൻസ്പോർട്ടർ. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടർക്കുള്ളതാണ്. ട്രിപ്ലിക്കേറ്റ് കോപ്പി ഫോർ സപ്ലയർ. മൂന്നാമത്തെ കോപ്പി സപ്ലയർക്കുള്ളതാണ്. അപ്പോൾ ഗുഡ്സിൻ്റെ കേസിൽ 3 ഇൻവോയ്സ് കോപ്പിയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒറിജിനൽ കോപ്പി റെസിപ്പിയൻറ്റിനുള്ളതും, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ട്രാൻസ്പോർട്ടർക്കുള്ളതും, ട്രിപ്ലിക്കേറ്റ് കോപ്പി സപ്ലയർക്കുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ സർവീസസിൻ്റെ കേസിൽ 2 കോപ്പി ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒറിജിനൽ കോപ്പീസ് ഫോർ റെസിപ്പിയൻ, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഫോർ സപ്ലയർ. അപ്പോൾ സർവീസസിൻ്റെ കേസിൽ ഒറിജിനൽ കോപ്പി റെസിപ്പിയൻറ്റിനുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത് സപ്ലയർക്കുള്ളതുമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഗുഡ്സിൻ്റെ കേസിലും അതേപോലെ സർവീസസിൻ്റെ കേസിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്.